കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരൻ കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞ. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അത് അച്ഛനെ തന്നെ. അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്ത് നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു, അച്ഛൻ ഇങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട്, അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ, തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടും. അതെ, ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട. നേരത്തിന് വിളമ്പിത്തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ വെച്ച് കമ്മീഷൻ അടിക്കണ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇതെന്താ വധുവരന്മാര് രാവിലെ തന്നെ ഈ വഴിക്ക്? സരസ് ഒന്ന് പച്ച പിടിച്ച് കണ്ട്. പച്ച സാരി, പച്ച ബ്ലൗസ്. ഒന്ന് പോ ചന്ദ്രേട്ടാ. നാളെ മുതൽ ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക. ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസ്, നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി. മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതോട് ഒന്നിച്ചോണ്ടല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ലേ ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നും. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിന് ഒരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാനും അവർക്ക് ഒരു ഹീറോയിനെ കൊയ്റോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചക്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. 1-2 പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നള്ളി. ഒയ്യോ, ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടത്തോർമയിൽ കയറാൻ പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ നിമ്മി. എല്ലാവർക്കും സരസിനെ പോലെ പച്ച പിടിക്കണ്ടേ? വണ്ടി ഇവിടെന്താ വേറെ ഷൂട്ടിങ്? ഇത് ചിലപ്പോ ജോഷി സാറിന്റെ പടവയ്ക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗുരു. ഇതെന്താ റോസ്മാനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനെന്നോട് ചോദിച്ചാ. സീമാറിന്ന തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലി കെട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജുമാരന്മാരും കുമാരിമാരൊക്കെയാണെന്നാണ് ഇറങ്ങിയ. നീ എന്താ ഇറങ്ങാത്ത? ഞാനില്ല, ഇത് രാജു പഠിക്കുന്ന കോളേജാ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂഡ് ഔട്ട് ആക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കടാ. അതല്ല ലിംഗ സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത്തെ ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരുന്ന ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോടെ ഞാഞ്ഞോള് കവള. എന്ത് എടാ, ആളെ ഒരുമാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ്. കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ? അവിടെയല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വാട വാട വാട. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വാട 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 വാട. രമേശ, ഈ കുട്ടി കൊള്ളാം. ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജുമാരൻ? നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല, താൻ തന്നെ. വരേ ഷർട്ട്. എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തണോ അയാളെ? തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാൻ സാർ, ചെറുപ്പക്കാരൻ സാർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിങ്ങിന് നിൽക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടേ പോകൂ. ചോറ് ശരിക്കിട്ടോ. ആ, കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയില്ലോ ചേട്ടാ, ഊറ്റ പിടി കൂടി. ബാറ്റ് ഒന്നും കുറയില്ലേട്ടാ, വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല. കോളേജ് രംഗമല്ലേ?
അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ ഞാനൊന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഓരോപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ അവിടെയും ഇവിടെയും നിനക്കൊക്കെ എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേനു? കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ. ഞാൻ സുബൈർ. ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്. ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ടുകേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി. ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലേക്ക് ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറുടെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്റർ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. ശരി. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? എടാ, സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിഡ്ഢി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അതൊക്കെ അറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്. ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി, നിന്റെ അനിയൻ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതിങ്കിലും ആവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാമെന്ന്. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവരിവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്ത് പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ എടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്താ പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിഷാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാൻ ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തണം. ഉദാഹരണം കണ്ട ചെവിട്ടിലെ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം. പന്നി നീ എബ്രാലിംഗിനാണ് ഞാൻ ബുഷടാ. പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞണ്ണാൻ വന്ന ഊച്ചാല് കിടന്നല്ലേ എന്ന് കേട്ടോടാ. നാളെ ഞങ്ങൾ ഞങ്ങൾ നിർത്തി. നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ.
ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ മാറി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം എന്റെ അനിയന്റെ. നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട്. ഇതാ സ്കോച്ച്. അതൊന്നും കോച്ചല്ലേ, ഇത് ക്രീമാ. ക്രീമിക്കൊള്ള മരുന്ന്. കുട്ടേട്ടാ, ഇത് മുഴുവൻ പാവകളാ. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിലെ തൃശ്ശൂർ പൂരത്തിന് ഈ പാവക്കച്ചവടം പണിയുന്നതാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറുപെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തിരുകി അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവളുടെ പൂമ്പാറ്റകള്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്നാ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ യൂറോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്നാ തോന്നണ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ടാ, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കുട്ടാ കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കു മോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗാ. യൂറോ യൂറോ. ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തുവിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ ഇല്ലല്ലേ, അവൻ തരൂ? നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ല. ദാറ്റ്സ് ജർമ്മൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷയിൽ ചോദിച്ചാ അവൻ തരും. അത് തരാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം TV ഓഫ് ചെയ്യ്, എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ട് കഥ പോയി TV ഓഫ് ചെയ്തു. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ലല്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കടാ, ആക്രമണം കാണിക്കല്ലേ. മോനെ എണീറ്റ്. എനിക്കട് ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊക്കെ ഒന്ന് മാറ്റി. അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്രേട്ടൻ. ഞാനങ്ങനെ എടുത്തി ഇത്ര നേരം മുകളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണ്, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തം രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 1,00,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്നൊരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് താൻ മറന്നുപോയ കോമഡി കടവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയല്ലേ നിന്റെ ഏട്ടൻ. മോന് വേണ്ടി എടുത്ത് ഈ വീടിന്റെ കാശ് ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി. ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ നിന്ന് കയറുപിരി മാല. അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ ആയാലും എനിക്ക് അത്ര വിശ്വാസം ഇല്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ
അതിൽ നിന്ന് മെല്ലെ കാശെടുത്തോളാം. ഒരു കാര്യം ഉറപ്പായി, യൂറോ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി, അവൻ നിന്റെ കയ്യിൽ യൂറോ തരാന്ന്. വാങ്ങിക്ക്. യൂറോ അല്ല, യൂറിൻ. മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്ന് ഒഴിച്ചോർക്ക്. ഇള്ളക്കടാവല്ലേ? എന്നെക്കാൾ 4 വയസ്സ് കുറവേ ഉള്ളൂ. ശാരീരിക വളർച്ചയുള്ളവനാ. എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോന് ഞാൻ വേറെ ഒപ്പിച്ച് തരട്ടാ. നിനക്കൊരു പെങ്ങളില്ലടാ. മോൻ ഈ പിടി വിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ്ട് പിടിച്ചോട്ടാ. വാ പൊളിച്ച് നിൽക്കേണ്ട കൂട്ടെ മൂത്രം ഒഴിപ്പിക്കണോ? താൻ ഒഴിക്കണ്ട, അവനൊഴിച്ചോളൂ. സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോ. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. കേറിണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വരൻ ഇതിന് ജർമ്മനിൽ നിന്ന് കുറ്റം പറിച്ച് പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വിളിച്ചാൽ നമ്മൾ തീറ്റിപ്പോ മാറ്റം കട. രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കണ. ഇനി ഞാൻ എവിടെ ശരിയാവില്ല. എനിക്ക് വീട്ടിൽ പോയി രക്ഷപ്പെട്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിന്ന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണാമല്ല ഇരിപ്പുണ്ടോടെ അവിടെ? മേശ, കസേര, കട്ടില് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവോ ജർമ്മൻ ഷെപ്പേറിന്? ആ പൈസ പൈസന്ന് ഫുഡ് അടിക്കാനാ കൊടുക്കടാ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ അനിയൻ നിന്നെടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനു കൊടുക്കണം? നിന്റെ അനിയൻ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പനാ. ആകെ ഒരു 100 ചില്ലറയുണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ. അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറോ ഇല്ലേ? അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണ്ണൊക്കെ പണയം വെക്കാം. ചേട്ടാ, ഇവിടെ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാ യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ യൂറോ ഇല്ലേ ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഓർഡർ ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ. ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിയിൽ കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും, മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം കേട്ടാ. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു. ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നെ. പോയെടുക്ക് വേഗം വേഗം. സോറി. എവിടെ വന്നടാ? ഹലോ, ഞാൻ പറഞ്ഞു. നീ എവിടെ പോണ്? അത് അത്യാവശ്യം ഫോൺ വന്നു. ഇപ്പൊ വരും. ഫോൺ റിംഗ് ചെയ്യാൻ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു. എടാ, നീ പേടിക്കണ്ട. നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അതാ ചോദിച്ചു. ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരുമോ? പോടാ അവിടെ. നീയേ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്. പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്. അല്ലെ അയാൾ നിന്നെ പിടിച്ച് കഴിക്കും. നീയും വെറുതെ ഇരിക്കണ്ട, നീയും കഴിക്ക്. എൻജോയ്. Hi. Regardez ce que j'ai trouvé en français. C'est cool. ഈ ചെക്കന്റെ നേരം. Belle plage, on devrait peut-être partir demain, il y a un train à 4 heures. Bon, bah venez, on va partir à la gare. Ça a l'air super, non? മോനെ, Ça
ആകാശക്കുട്ടാ തിന്നട്ടെ ഭണ്ടാരത്തി കൈയിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. ഇയാളുടെ മേലെ പിന്നെ താങ്കൾ എന്താ ഇവിടെ? ഇതാ ഇവിടെ എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കരുത് കാണിക്കണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയോളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചോ? പിടിച്ചു നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവുമല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. കണ്ടാ? ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കൊടൽമാരുടെ ഫോട്ടോസ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവൻ പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടിക്കില്ല, വഞ്ചകനാ. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് കയറ്റി തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം അവിടെ ഒരു ജാലിയും ബേലാബാഗാ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. പ്ലേറ്റ് 500, ചില്ല് 3000, ആകെ 8000. എന്തത് 8000? നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടൻ കൊടുത്തോളും. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും ഇഡ്ലിക്കും പുട്ടിനും പഴത്തിനും ഒക്കെ ആട്ടേണ്ട വരും. അപ്പോ അല്ല, അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട. വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടാൻ വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ? ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ. ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകൂലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വര അയാൾ ഇറക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗില് യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനി നിങ്ങൾ വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ. ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. വാ വാ. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു? എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്? അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിയിട്ട് പായസം എന്ന് കുടിപ്പിച്ചാലോ? അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്. പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എടാ, അവന്റെ യൂറോ എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറോ എടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിനെയും കൂടി അവൻ പിടിച്ച്